എല്ലാവർക്കും മംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാചകവും ഒന്നുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു തീർത്ഥയാത്രയാണ്. എവിടേക്കാണെന്ന് അറിയണ്ടേ? നാലമ്പലം. രാമപുരത്തുള്ള നാലമ്പലത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത്. കൂട്ടിലങ്ങാടി വഴിയാണ് ഇത് പോവുക. നാലമ്പലം വേറെ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ തൃപ്രയാർ അങ്ങനെയുള്ള നാലമ്പലം വേറെ ഉണ്ട്. അത് ഞാൻ പോയിട്ടുള്ള വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഇത് രാമപുരത്തുള്ള നാലമ്പലത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരുമാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രീരാമക്ഷേത്രത്തിലാണ് തൊഴേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ കടയിലൊക്കെ സാധനങ്ങളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. നിറപ്പുത്തരിയുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ഒരു പ്രത്യേക കർക്കിടക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് നേരം വെയിലത്ത് നിന്ന് വരിക്ക് നിൽക്കേണ്ടി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ക്ഷേത്രക്കുളമാണ്. പായലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഇവിടെ കൂടുതൽ തിരക്ക് വരിക. കർക്കിടക മാസമൊക്കെ വരുമ്പോഴാണ് നല്ല തിരക്കുണ്ടാവുക. ഒരുപാട് ഭക്തജനങ്ങൾ തൊഴാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോനും ഒന്ന് വന്നിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ വലിയ ആള്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി 5 ആളും കൂടി അങ്ങനെ ഒരൊത്തൊരു ദിവസം എല്ലാവരും കൂടിയും പോകണമല്ലോ ഒരു ക്ഷേത്രം. ഇങ്ങനെയൊക്കെ തീർത്ഥയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലുള്ളവർ ഒരുമിച്ച് പോയാൽ അതിൻ്റെ ഒരു ഗുണം വേറെയാണ്. അപ്പോൾ കഴിയുന്നതും ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകാൻ ശ്രമിക്കുക. അതിൻ്റെ ഫലം നല്ലൊരു ഐശ്വര്യമായിരിക്കും വീട്ടിലുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ എത്തിയത്. അന്നത്തെ ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ നല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സീതാദേവിയുടെ ക്ഷേത്രത്തിലേക്കാണ് വന്നത്. ലക്ഷ്മണസ്വാമി തൊഴുതു. അത് കഴിഞ്ഞതിന് ശേഷം സീതാദേവിയുടെ ക്ഷേത്രം ഇപ്പോൾ ഇവിടെ പണി തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഒരു പാടത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടായിട്ടുള്ളത്. നല്ല കണ്ണെത്താ ദൂരത്തോളം പാടം എന്നുള്ളൊരു ഏരിയയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പാടമൊന്നും കാണില്ല. കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആർക്കും ഇങ്ങനത്തെ പാടം ഇതൊന്നും കാണില്ലല്ലോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഭരതസ്വാമി ക്ഷേത്രം ആണ് തൊഴാൻ വന്നത്. അപ്പോൾ ഈ ക്ഷേത്രമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു എന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. ഇപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി സംഭാവനയൊക്കെ ചെയ്ത് ഇത് നല്ലൊരു ക്ഷേത്രമാക്കി എടുത്തതാണ് എന്നാണ് അവിടെയുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് തന്നെ ഈ ക്ഷേത്രങ്ങളെ കുറിച്ചൊന്നും വലിയ അറിവുണ്ടാവില്ല. അപ്പോൾ എല്ലാവരുടെ അറിവിലേക്കും വേണ്ടിയിട്ട് ഒരു വ്ളോഗ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും കർക്കിടക മാസത്തിലാണെങ്കിലും നല്ല ദിവസങ്ങളിലൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥന നടത്തുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദി.